ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡിയായി തിരുപ്പൂര് പോവാണ് കേട്ടോ. അപ്പോൾ ട്രെയിൻ ഏകദേശം 6 മണിക്കാണ്. ഞാനൊരു 4:30 ആയപ്പോഴത്തേക്കും എല്ലാം റെഡിയായിട്ട് കായംകുളത്തോട്ട് പോകണം. ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ഓംലറ്റും പ്രോട്ടീൻ ഷേക്കുമാണ് കേട്ടോ എടുത്തത്. ഒരു 3 എഗ്ഗിൻ്റെ ഓംലറ്റും പിന്നെ ഒരു പ്രോട്ടീൻ ഷേക്ക്, ഒരു സ്കൂപ്പ് പ്രോട്ടീനുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു 50 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. എന്നിട്ട് ഞാൻ പോകാനായിട്ട് ഇറങ്ങി. പെട്ടെന്ന് തന്നെ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത് കേട്ടോ. ഇൻ കേസ് നമ്മൾ താമസിച്ച് പോകുമെന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങിയതേ ഉള്ളൂ. വണ്ടി കൊണ്ടുവന്ന് പേയാൻ പാർക്കിലൊക്കെ സുരക്ഷിതമായിട്ട് വെച്ച് വന്നിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രെയിൻ ഇങ്ങനെ പോകുന്ന ഒരു 3/4 മണിക്കൂർ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിനും വന്നേ. നമ്മുടെ ട്രെയിൻ കറക്റ്റ് ടൈമിലാണ് കേട്ടോ എത്തിയത്. തേർഡ് AC ആയിരുന്നു ബുക്ക് ചെയ്തത്. എന്തായാലും നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അതിനകത്ത് സുഖമായിട്ട് കയറിയിരുന്നു. ട്രെയിനകത്ത് ബാത്റൂമൊക്കെ നല്ല അടിപൊളിയായിട്ടിരുന്നു കേട്ടോ. AC ആയതുകൊണ്ടായിരിക്കാം. അതിനായിട്ട് ഞാൻ കുറേ സമയം ടൈം കളയണമല്ലോ, ഇങ്ങനെ കിടന്ന് കുറേ സമയം ഉറങ്ങി. പിന്നെ ഇടയ്ക്ക് പാലക്കാട് എത്തിയപ്പോൾ ഇറങ്ങി കപ്പലണ്ടിയൊക്കെ വാങ്ങി കഴിച്ചു. അപ്പോഴത്തേക്കും നമ്മളൊരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരുപ്പൂരെത്തി കേട്ടോ. തിരുപ്പൂരെത്തിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് തപ്പി നടന്നപ്പോൾ ബിരിയാണി ആയിരുന്നു എല്ലായിടത്തും. പിന്നെ ഒരിടത്ത് നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ, അതായത് ഷവായ കണ്ടപ്പോൾ ഞാൻ മേടിച്ച് കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് റൂമിൽ വന്നിട്ട് കുറേ സമയം കിടന്ന് റൂമിൽ കിടന്നങ്ങ് ഉറങ്ങി. എന്നിട്ട് 5 മണി ആയപ്പോഴത്തേക്കും ഇറങ്ങിയിട്ട് നമുക്ക് പോകേണ്ട കാര്യങ്ങളെല്ലാം ലിഫ്റ്റൊക്കെ പിടിച്ചാണ് പോയത്. പോയി അവിടെ എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ചായയൊക്കെ കുടിച്ചു. പിന്നെ നൈറ്റിൽ ഇഡ്ഡലിയൊക്കെയാണ് കേട്ടോ വാങ്ങി കഴിച്ചത്. ഇഡ്ഡലിയൊക്കെ വാങ്ങി കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ വന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.